ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പോൾ 2 കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി നന്നായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാവില്ല. ചിലർക്ക് കൂടിയിരിക്കണം, ചിലർക്ക് കുറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്തിട്ടിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനിയാണ് അടുത്ത പരിപാടി. നമ്മൾ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഈ കുഴച്ചെടുക്കലിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മളിത് ഒരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ചിക്കൻ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഗരം മസാലയായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിക്കൻ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറി കറക്റ്റ് ഗ്രേവി ആയിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊന്ന് കാച്ചിയെടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണ, ചുവന്നുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ മൂപ്പിച്ചിട്ട് ചേർക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക മണം വരും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ കറിക്ക് എരിവ് കുറഞ്ഞു പോയാൽ ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല എന്താ പറയുക കളറ് വരും. അതിപ്പോൾ മീൻ കറിക്ക് ആയാലും നല്ല കളറ് വരും കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ തൃശ്ശൂർകാർ ഇങ്ങനെയൊക്കെ പൊടിക്കൈകൾ ചെയ്യാറുണ്ട് കേട്ടോ കറികളിൽ. ഇപ്പോൾ ഈ കാച്ചിയത് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. എന്താ പറയുക, നല്ല പണ്ടത്തെയൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റാണ്. സവാള വഴറ്റിയിട്ട് നേരൊന്നും കളയണ്ട. നമ്മുടെ ബാച്ചിലേഴ്സ് പിള്ളേർക്കായാലും പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം വെച്ചെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.